വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023-24 ഇറങ്ങിയ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രാമാസ് ആണ്. ആൻഡ് എനിക്കിത് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്കിഷ്ടമുള്ള സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കത്തില്ല. ഓക്കെ, നമ്പർ 1 വന്നിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആയിട്ടുള്ള ജി ജാങ് ഗൂക്കിൻ്റെ ഡ്രാമയാണ് വെൽക്കം ടു സംഡാൽറി. സോ ആദ്യമേ ഞാനത് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ബേസിക്കലി എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. ഫസ്റ്റിലത്തെ എപ്പിസോഡൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് വാസ് ഹെവൻ. അത്രയ്ക്ക് അടിപൊളി ഡ്രാമയായിരുന്നു. സോ ജി ജാങ് ഗൂക്കിൻ്റെ ഫാനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമയാണത്. ആൻഡ് ഒരു ടിപ്പിക്കൽ ഡ്രാമ എന്നെനിക്ക് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. കാരണം ഒബ്വിയസ്ലി ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് തൻ്റെ ഹോം ടൗണിലോട്ട് മടങ്ങുകയാണ് പുള്ളിക്കാരി. അവിടെ തൻ്റെ പഴയ ലവറുണ്ട്, എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട്. ആൻഡ് അവൾ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. ആൻഡ് എക്സ് ബോയ് ഫ്രണ്ടുമായിട്ട് പാച്ചപ്പ് ആവുന്നു. ഇതൊക്കെ തന്നെയാണ് സ്റ്റോറി ലൈൻ. പക്ഷേ ആ ഒരു സ്റ്റോറി ലൈൻ പോകുന്ന രീതി മറ്റെല്ലാ ഡ്രാമയിൽ നിന്നും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ ജി ജാങ് ഗൂക്കിൻ്റെ സച്ച് എ ഗ്രീൻ ഫ്ലാഗ് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവിടെ ചെയ്തേക്കുന്നത്. ക്യാരക്ടറിലോട്ട് ഇറങ്ങിയൊക്കെ ചെയ്യാൻ നമ്മൾ പറയത്തില്ല, അത്രയ്ക്ക് അതായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിന് സെക്കൻഡ് വൺ വന്നിട്ട് ഡെസ്റ്റിൻഡ് വിത്ത് യു. ആക്ച്വലി ഞാൻ റോമോണിൻ്റെ ഭയങ്കര ഫാനാണ്. പിന്നെ റോമോണിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ഡ്രാമ കണ്ടു തുടങ്ങിയത്. സത്യം പറയാലോ, ഒന്നാമത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ അഡിക്റ്റ് ആയിപ്പോയി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കണ്ടു ചീറ്റിങ്ങിനെ നോർമലൈസ് ചെയ്യുന്ന ഡ്രാമയെന്ന്. ഓക്കെ, അങ്ങനെയുള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളത് ആക്ച്വലി അവരെ ഡ്രാമ കറക്റ്റായിട്ട് കാണുന്നില്ല. നമുക്ക് മനസ്സിലാവും റോവോണിൻ്റെ ലവറിൻ്റെ അടുത്ത് റോവോൺ എങ്ങനെയാണ്. അപ്പം അവരൊരു നോർമൽ കൈൻഡ് ഓഫ് ലവ് അല്ല, ലൈക്ക് പുള്ളിക്കാരനൊട്ടും താല്പര്യമില്ല, മനസ്സിലായോ? അങ്ങനൊരു കൈൻഡ് ഓഫ് റിലേഷനാണ് അവരുടെ രണ്ടുപേരുടെയും. പിന്നെ പുള്ളിക്കാരിയും ഓൾറെഡി വേറൊരാളുമായിട്ട് ഇവനെ ചീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവന് ഒബ്വിയസ്ലി ഇവളോട് ഇഷ്ടമാകുമ്പോഴത്തേക്ക് ഇവൻ്റെ മനസ്സ് ഇവളുടെ അടുത്തോട്ട് പോവാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പാസ്റ്റ് ലൈഫ്. സോ അങ്ങനെ ഒരു രീതിയിൽ അത് എടുക്കാനാണ് എനിക്കിഷ്ടം. ഒരു ചീറ്റിംഗ് അങ്ങനെയൊന്നുമല്ല. സോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫ്ലഫി, പിന്നെ കുറച്ച് ക്യൂട്ട് ടൈപ്പ് ഓഫ് ഡ്രാമ, ആൻഡ് അതിൻ്റെ കൂടെ കുറച്ച് റിവെഞ്ച് ആൻഡ് പാസ്റ്റ് ലൈഫ് സ്റ്റോറീസ് ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഡെസ്റ്റിൻഡ് വിത്ത് യു ഇഷ്ടപ്പെടും. ഇതും നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഞാൻ ഈ പറയുന്ന 5 ഡ്രാമാസ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. പൊതുവേ ഞാൻ കൊറിയൻ ഡ്രാമാസ് കുറവാണ്, എന്നാലും ഞാൻ നെറ്റ്ഫ്ലിക്സിലുള്ളതെല്ലാം ഞാൻ കണ്ടു തീർക്കാറുണ്ട്. വെറുതെ സബ്സ്ക്രിപ്ഷൻ എടുക്കല്ലേ, പൈസ കളയല്ലേ. ആൻഡ് തേർഡ് വൺ വന്നിട്ട് മാരി മൈ ഹസ്ബൻഡ്. സോ അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു സ്റ്റോറി ലൈനിൽ പല ഡ്രാമാസ് വന്നിട്ടുണ്ടെങ്കിലും ഇതിനെ വെല്ലാൻ ഇനിയൊരു ഡ്രാമ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് അടിപൊളി ഡ്രാമ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഭയങ്കര എന്താ പറയുന്നത്, എല്ലാ എപ്പിസോഡും നമുക്കിങ്ങനെ പവറായിട്ടിരുന്ന് കാണാം. അത്രയ്ക്കാണ് കേട്ടോ. അത്ര അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടും അതിൻ്റെ മെയിൻ ലീഡും അടിപൊളിയാണ്. അപ്പം എൻ്റെ ഫേവറേറ്റ് ഈ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2024 എൻ്റെ ഫേവറേറ്റ് ഡ്രാമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സംഡാൽറി. ഓക്കെ, എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരു സ്പെഷ്യൽ സ്നേഹം നമുക്ക് എപ്പോഴും മാരി മൈ ഹസ്ബൻഡിനോട് കാണും. കാരണം ആ രീതിയിലാണ് ആ ഒരു ഡ്രാമ ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈ ഹെയർസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റേഴ്സ് ഒക്കെ കണ്ടവർക്ക് അറിയായിരിക്കും ഈ ഒരു പെയറിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ പാർക്കിംഗ് സിക്കിൻ്റെ ഭയങ്കര ഫാനാണ്. ലൈക്ക് ഡൊബോങ്സോൺ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ പുള്ളിക്കാരന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ആ ഡ്രാമ കാണുന്നത്. കണ്ടിട്ട് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടേ എന്താ പറയുന്നേ, നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഡ്രാമയാണോ അതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ ഓൺഗോയിങ് ആണെങ്കിലും ഞാൻ 7 എപ്പിസോഡ് എൻ്റെ ഹാഫ് ഡേ വെച്ച് ഞാൻ കണ്ടു തീർത്തു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഭയങ്കര ഫ്ലഫി ക്യൂട്ട്നെസ് അങ്ങനൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ കൈൻഡ് ഓഫ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രാമയാണത്. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫീമെയിൽ ലീഡ് ആണെങ്കിലും മെയിൽ ലീഡ് ആണെങ്കിലും, കാരണം അത്രയ്ക്കൊരു നല്ല ഡ്രാമ കേട്ടോ. ഈ വർഷത്തിലെ എനിക്ക് തോന്നുന്നു മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഡ്രാമയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. ആൻഡ് മെൻ്റൽ ഹെൽത്ത് മാത്രമൊന്നുമില്ല, ലവ് ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, എന്താ പറയുന്നത്,
ക്യൂട്ട് സീൻസ് ഒക്കെ ഉണ്ട്, കോമഡി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര കൂളായിട്ട് ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഡ്രാമയാണ് ഡോക്ടർ സ്ലം. സോ ഡെഫിനറ്റ് ആയിട്ടും 2 ആക്ടേഴ്സും തകർത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു 2. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു 5 ഡ്രാമാസ് ആണിത്. അപ്പം നിങ്ങൾ ഇതിപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ K-ഡ്രാമ ലവേഴ്സ് ആണെന്ന്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ 5 ഡ്രാമാസ് നിങ്ങൾ കാണണം. ലിങ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.